വാജിബാത്തുകൾ 5 ഒന്ന്, നമ്മൾ പറഞ്ഞു നിർബന്ധമാണ് റുക്കിന്, അതായത് ഫറലായ ഒന്നാമത്തെ ഫറല് റുക്ക് ഇതാണ്, ഇഹ്റാം ചെയ്യലാണ്. അപ്പോൾ ഈ ഇഹ്റാം മീഖാത്തിൽ വെച്ചുകൊണ്ട് തന്നെ ആകണം എന്നതാണ് വാജിബാത്ത്. അപ്പോൾ ഇഹ്റാം ചെയ്തു, പക്ഷേ മീഖാത്തിൽ വെച്ചായില്ലെങ്കിൽ നമ്മൾ ഫിദിയ കൊടുക്കേണ്ടി വരും. അതാണ് ഒന്നാമത്തത്. 2, അൽ മബീതു ബി മുസ്ദലിഫ, മുസ്ദലിഫയിൽ രാപാർക്കുക. അത് എന്നാണ് രാപാർക്കേണ്ടത്? ദുൽഹജ്ജ് 10 അന്ന് രാത്രി നമ്മൾ മുസ്ദലിഫയിൽ രാത്രി താമസിക്കണം, അത് വാജിബാത്താണ്. 3, അൽ മബീതു ബി മിന, മിനയിൽ രാപ്പാർക്കുക. അതെന്നാണ്? അയ്യാമു തശ്രീഖിന്റെ രാത്രികളിൽ, പെരുന്നാളിന് ശേഷമുള്ള 3 ദിവസങ്ങൾ. ഈ ദിവസങ്ങളുടെ രാത്രികളിൽ നാം തീർച്ചയായും മിനയിൽ താമസിക്കണം, അതും വാജിബാത്തിൽപ്പെട്ടതാണ്. 4, ജംറകളിൽ കല്ലെറിയുക. നമുക്കറിയാമല്ലോ 3 ജംറകളുണ്ട്, 3ഇടത്തും കല്ലെറിയുക, അതും വാജിബാത്താണ്. 5, തൊവാഫുൽ വിദാ, വിടവാങ്ങൽ തൊവാഫ് ചെയ്യുക. ഈ പറയപ്പെട്ട 5 കർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് ഭംഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹജ്ജ് നഷ്ടപ്പെടൂല. പകരമായിക്കൊണ്ട് ഫിദിയ നൽകിയാൽ മതി. ആടിനെ അറുത്തു കൊടുത്തുകൊണ്ട് ഈ നഷ്ടപ്പെട്ടത് നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. മനസ്സിലാക്കുക, റുക്കിനിന്റെയും വാജിബാത്തിന്റെയും ഇടയിലുള്ള വ്യത്യാസം. റുക്കിന് അഥവാ ഫറല് നഷ്ടപ്പെട്ടാൽ ഹജ്ജ് നഷ്ടപ്പെട്ടു, പരിഹാരം ഇല്ല. എന്നാൽ വാജിബാത്തിൽ നിന്നൊന്ന് നഷ്ടപ്പെട്ടാൽ അറവ് കൊണ്ട് പരിഹരിക്കപ്പെടും. ഇതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അല്ലാഹു തആല മനസ്സിലാക്കി കർമ്മങ്ങൾ നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.